അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാൻ വേണ്ടി RSS വൽക്കരിക്കാൻ വേണ്ടി ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം ശക്തിയായിട്ട് അതിന് എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ എതിർപ്പ് ശക്തിപ്പെട്ട് വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു വഴിയാണ് മാപ്പ്. RSSൻ്റെ 100ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി RSSൻ്റെ സർസംഘ ചാലക് മോഹൻ ഭഗത് കൂടി പങ്കെടുത്ത പരിപാടിയിൽ അതിൻ്റെ സംഘാടകരെ പോലെ ഈ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരായ വൈസ് ചാൻസലർമാർ 3 വൈസ് ചാൻസലർമാർ പങ്കെടുക്കുകയുണ്ടായി എന്നുള്ളത്, അതായത് കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, മലയാളം യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റിയിലെയും വൈസ് ചാൻസലർമാരാണ് അവരുടെ യോഗത്തിൽ സംഘാടകരെ പോലെ പങ്കെടുത്തിട്ടുള്ളത്. ആ പങ്കെടുത്തത് തെറ്റാണ് എന്ന് ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളാകെ ശക്തിയായി ഈ നിലപാടിനെ പ്രതിഷേധിക്കുന്ന സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്നതാണോ ഇത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാരുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് പ്രതിരോധിക്കുമ്പോൾ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവും UDFുമാണ് നമ്മൾ കേരളം കണ്ടിട്ടുള്ളത്. അവരുടെ ചെലവിലാണ്, അവരുടെ പിന്തുണയിലാണ് യഥാർത്ഥത്തിൽ ഈ RSSൻ്റെ നേതാക്കന്മാരെയെല്ലാം, പ്രമുഖരായ പ്രവർത്തകരെയെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും ശ്രദ്ധേയമായ തലങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ നിശ്ചയിച്ചത് ഒരു പ്രതിഷേധവും VD സതീശൻ ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആരും ഉയർത്തിയില്ല. മുമ്പാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന 3 പേരടങ്ങുന്ന ലിസ്റ്റിൽ നിന്നാണ് താൽക്കാലിക VCമാരെ നിശ്ചയിച്ച് വന്നിരുന്നത്. അങ്ങനെയൊരു VC അവിടെ ഉള്ളപ്പോഴാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ സമയം നീട്ടിക്കൊടുക്കാനുള്ള സൗകര്യം ഉള്ളപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി RSS നോമിനിയെ അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിശ്ചയിച്ചതിനെതിരായി ഒരക്ഷരം പറയാൻ ഞാൻ ഒരുക്കമല്ല എന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും നിലപാട് സ്വീകരിച്ചത്. MG യൂണിവേഴ്സിറ്റിയിൽ 19 സെനറ്റ് അംഗങ്ങളെ തീരുമാനിച്ചു. 19ഉം RSSൻ്റെ പ്രമുഖരായ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. ഒരക്ഷരം ഇന്നേ വരെ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ അതിന് പൂർണ്ണമായും മൗനാനുവാദം കൊടുക്കുകയും ഗവർണർക്കൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്ത സമീപനമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗത്യന്തരമില്ലാതെ മാപ്പ് പറയണം, മാപ്പിൽ ഒതുങ്ങിയാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇതങ്ങനെ ഒതുങ്ങുന്നതല്ല. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാൻ വേണ്ടി, RSS വൽക്കരിക്കാൻ വേണ്ടി, ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടന്നാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കേണ്ട കാര്യമില്ല, അവരെല്ലാം ശക്തിയായിട്ട് അതിന് എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ എതിർപ്പ് ശക്തിപ്പെട്ട് വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു വഴിയാണ് മാപ്പ്.